നമ്മൾ കടയിൽ നിന്നൊക്കെ തന്നെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലും ടെക്സ്ചറിലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മാംഗോ സ്ക്വാഷ്. ഇപ്പോൾ മാംഗോ സ്ക്വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കിലോളം മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടുള്ള മാമ്പഴമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോല് ചെത്തി മുറിച്ചെടുക്കുക കുറച്ച് കഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നടുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം സ്പൂണ് വെച്ചിട്ട് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ടും ആ മാങ്ങയുടെ പൾപ്പ് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര മാമ്പഴം ഉണ്ടെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നേരാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിതുപോലെ പൾപ്പെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ ഒട്ടും തരികളില്ലാതെ ഇതുപോലെ നല്ല മഷി പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ക്വാഷ് ഉണ്ടാക്കണം നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാനൊരു 1/2 കിലോ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പഞ്ചസാര പാനി തയ്യാറാക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിയുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ തിളയൊക്കെ വന്ന് പഞ്ചസാരയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരും. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഞങ്ങളുടെ ആ പ്യൂരി മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആ ഒരു വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാംഗോയുടെ ഈ പ്യൂരി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലുള്ള പോർഷൻ ചിലപ്പോൾ കട്ട കുത്താനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു 3-4 മിനിറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച് കഴിയുമ്പം ഇതിലേക്കൊരു 2 നാരങ്ങയുടെ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ ഒരു സ്ക്വാഷിന് ഒരല്പം ഒരു പുളിയും കൂടെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്വാഷിന് കുറച്ചുകൂടെ കളറും കിട്ടും, അതുപോലെ കുറച്ചുകൂടെ തിക്നെസ്സും ഉണ്ടാവും. അത് നല്ല രീതിയിൽ തന്നെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാംഗോ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ക്വാഷ് തന്നെയാണിത്. നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വെള്ളം ഒഴിക്കുമ്പം ആ ഒരു അളവ് കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ സ്ക്വാഷ് ഒരു ഗ്ലാസ് ബോട്ടിലിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോഴാണ് കുറച്ച് അധികം നാൾ കേടാവാതിരിക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം വരെ ഒരു കുഴപ്പമില്ലാതിരുന്നോളും. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഈ ഒരു മാംഗോ ജ്യൂസ്.